അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എന്റെ പക്കലേക്ക് ചെവി ചായിച്ചു. എന്തുകൊണ്ടെന്നാൽ മരണവേദന എന്നെ വലയം ചെയ്തു. സിയോനിലെ പീഡകൾ വന്നു ചേർന്നു. ഞെരുക്കവും ദുഃഖവും എന്നെ ഗ്രസിച്ചു. അപ്പോൾ ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചു. കർത്താവേ, എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് ദയാനിധിയും നീതിമാനുമാണ്. ദൈവമേ, അങ്ങ് കാരുണ്യവാനാണ്. നിഷ്കപടരെ കർത്താവ് പാലിക്കുന്നു. അവിടുന്ന് എന്നെ എളിമപ്പെടുത്തി എന്നെ സംരക്ഷിക്കുകയും ചെയ്തു. എന്റെ ആത്മാവേ, നീ വിശ്രമത്തിലേക്ക് തിരിയുക. കർത്താവ് നിനക്ക് പ്രതിഫലം തന്നു. എന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് പാതകളെ വീഴ്ചയിൽ നിന്നും അവിടുന്ന് രക്ഷിച്ചു. കർത്താവെ, ജീവിക്കുന്നവരുടെ നാട്ടിൽ ഞാൻ അങ്ങേ പ്രീതിപ്പെടുത്ത്. താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അങ്ങേ ഞാൻ വിശ്വാസം അർപ്പിച്ചിരുന്നു. മനുഷ്യരെല്ലാം അസത്യവാദികളാണെന്ന് പരിഭ്രമത്തിനിടയിൽ ഞാൻ പറഞ്ഞുപോയി. താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അങ്ങേ ഞാൻ വിശ്വാസം അർപ്പിച്ചിരുന്നു. മനുഷ്യരെല്ലാം അസത്യവാദികളാണെന്ന് പരിഭ്രമത്തിനിടയിൽ ഞാൻ പറഞ്ഞുപോയി. കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്തു കൊടുക്കും? രക്ഷയുടെ കാസായി എടുത്തുകൊണ്ട് കർത്താവിന്റെ നാമം ഞാൻ പ്രഘോഷിക്കും. ജനസമൂഹത്തിന്റെ മുമ്പാകെ കർത്താവിനുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും. നീതിനിഷ്ഠരുടെ മരണം കർത്താവിന്റെ കൺമുമ്പിൽ വിലയേറിയതാകുന്നു.
കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസനാകുന്നു, അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനുമാകുന്നു. അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു, അവിടുത്തേക്ക് ഞാൻ സ്തോത്രബലി അർപ്പിക്കും. കർത്താവിന്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും, ജനസമൂഹത്തിന്റെ മുമ്പാകെ എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. ഓർസ്ലേമേ, നിന്റെ ഉള്ളിൽ കർത്താവിന്റെ ഭവനാങ്കണത്തിൽ ഞാനവ പൂർത്തിയാക്കും. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവേ, ജനതകളെ അവിടുത്തെ പുകഴ്ത്തുവേ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു, സത്യമായ കർത്താവ് എന്നേക്ക് നിലനിൽക്കുന്നു. കർത്താവിനെ പ്രകീർത്തിക്കുവേ, അവിടുന്ന് നല്ലവനാകുന്നു, അവിടുത്തെ കാരുണ്യമനന്തമാണ്. കർത്താവിന്റെ കാരുണ്യമനന്തമാണെന്ന് ഇസ്രായേൽ പ്രഘോഷിക്കട്ടെ. അവിടുത്തെ കാരുണ്യമനന്തമാണെന്ന് അഹ്റോൻ വംശം പ്രഘോഷിക്കട്ടെ. അവിടുത്തെ കാരുണ്യമനന്തമാണെന്ന് കർത്താവിന്റെ ഭക്തർ പ്രഘോഷിക്കട്ടെ. ക്ലേശകാലത്ത് ഞാൻ കർത്താവിനെ വിളിച്ചു, മോചനം നൽകിക്കൊണ്ട് അവിടുന്ന് എനിക്ക് ഉത്തരവരുളി. കർത്താവ് എന്റെ സഹായകനാകുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാനാകും? കർത്താവ് എന്റെ സഹായകനാകുന്നു, തന്മൂല വിരോധികളെ ഞാൻ നേരിടും. മനുഷ്യരെക്കാൾ കർത്താവിനെ ആശ്രയിക്കുന്നത് എത്രയോ ബലശീലമാണ്. അധിപന്മാരെക്കാൾ കർത്താവിനെ ആശ്രയിക്കുന്നത് എത്രയോ അഭികാമ്യമാണ്. ജനതകളുടെ സംഘമനെ വളഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ ഇല്ലാതാക്കി. അവരെന്നെ ചുറ്റി വളഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു. തേനീച്ചകൾ പോലെ അവരെന്നെ പൊതിഞ്ഞു, എങ്കിലും ഉണക്കപ്പുല്ലിലെ തീ പോലെ അവർ കെട്ടുപോയി. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ ഉന്മൂലനം ചെയ്തു. അവരെന്നെ പിടിച്ചു തള്ളി, ഞാൻ മറിഞ്ഞു വീണു. എന്നാൽ കർത്താവ് എന്റെ സഹായത്തിനെത്തി. കർത്താവാണ് എന്റെ ശക്തിയും മഹിമയും, അവിടുന്ന് എന്റെ രക്ഷകനായി. നീതിനിഷ്ഠരുടെ കൂടാരത്തിൽ നിന്ന് സ്തുതിയുടെയും രക്ഷയുടെയും കീർത്തനം ഉയരുന്നു. കർത്താവിന്റെ വലങ്കൈ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവിന്റെ വലതുകരമനെ ഉയർത്തി, അവിടുന്ന് ശക്തി പ്രകടിപ്പിച്ചിരിക്കുന്നു. ഞാനിനി മരിക്കുകയില്ല, ജീവിച്ചിരിക്കും. കർത്താവിന്റെ പ്രവർത്തികൾ ഞാൻ പ്രകീർത്തിക്കും. കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു, എങ്കിലും മരണത്തിന് എന്നെ വിട്ടുകൊടുത്തില്ല. നീതിയുടെ വാതിൽ എനിക്കായി തുറക്കണമേ, ഞാൻ അകത്ത് പ്രവേശിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ കവാടം ഇതാകുന്നു, നീതിനിഷ്ഠർ ഇതുവഴി പ്രവേശിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി രക്ഷയും നൽകി. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നു. തിരുസന്നിധിയിൽ ഇത് സംഭവിച്ചിരിക്കുന്നു, നമുക്കിത് ആശ്ചര്യമായിരിക്കുന്നു. ഇത് കർത്താവ് തന്നെ ദിവസമാണ്, വരുവിൻ നമുക്ക് സന്തോഷിച്ചാനന്ദിക്കാം. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, കർത്താവേ, എന്നെ വീണ്ടെടുക്കണമേ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, തിരുഭവനത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. മരച്ചില്ലകൾ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുകയും ബലിപീഠത്തിലേക്ക് നീങ്ങുകയും. എന്റെ ദൈവമേ, അങ്ങാണ് എന്റെ ദൈവം, ഞാൻ അങ്ങേ പുകഴ്ത്തുന്നു, അങ്ങേ പ്രകീർത്തിക്കുന്നു. കർത്താവിന് നന്ദി പറയവേ, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നല്ലവനാകുന്നു, അവിടുത്തെ കൃപാനന്ദമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും
ആമേൻ. അവർ സൂര്യനെ പോലെ പ്രശോഭിക്കും. ഏലീശ്വാതൻ വത്സലതനയൻ യോഹന്നാൻ തൻ ഓർമ്മദിനം കൊണ്ടാടിയിടാം. ജനനം മുതലേ മരുവിൽ പാർത്തു ഒട്ടകരോമം വസനം അരയിൽ തോൽവാറും. കാട്ടുകിഴങ്ങും തേനുമശിച്ചു വന്യമൃഗങ്ങൾ സേവകരായി. ദൈവാത്മാവിൻ വചനങ്ങൾ ധ്യാനിച്ചവയാൽ പോഷിതനായി. ദൂതരൊടുത്തു വസിച്ചതിനാൽ ദിവ്യജ്ഞാന വിഭൂഷിതനാം. താപസവര്യൻ സഹതായായി വിസ്തൃതനായി വിളങ്ങുന്നു ദൈവിക രാജ്യത്തിൽ. അവൻ സാക്ഷ്യത്തിനായി വന്നു. യൂദാ നാട്ടിലെ മരുഭൂതന്നിൽ യോർദാൻ കരയിൽ ഇടിനാദം പോലെ നാളിൽ മാംദാനാഥൻ ശബ്ദമുയർന്നു. എന്നുടെ പിമ്പേ രക്ഷകനവിടെയണഞ്ഞിടും. നരവംശത്തിൻ പാപം താങ്ങും ദൈവത്തിൻ പ്രിയ കുഞ്ഞാടാ. അവനാണെന്നും റോഹായാൽ മാമോദീസ നൽകുന്നോൻ. മാംദാനാഥൻ വചനത്തിൽ ജനതതി വിസ്മയപൂരിതരായി. സഹതായപ്പോൾ ഞങ്ങളെയും നിന്നുടെ സാക്ഷികളാക്കിയിടാൻ നാഥാ കനിയേണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വരുവാനുള്ളവനങ്ങോ എന്നത് ചോദിച്ചിടാൻ സത്യം കേട്ടു ഗ്രഹിച്ചിടാൻ. മാംദാനാഥൻ ശിഷ്യരെ ഒരു നാൾ വിരവുടയച്ചു തിരുനാഥൻ തൻ സവിധത്തിൽ. നാഥൻ സദയം അവരുടെ മധ്യേ അത്ഭുതമനവധി ചെയ്തരുളി. കുരുടർ തെളിവായി കാണുന്നു, ചെകിടർ കേട്ടു ഗ്രഹിക്കുന്നു, രോഗികൾ ശുദ്ധി വരിക്കുന്നു, മൃതരോദ്ധിതരാകുന്നു. ജീവൻ നൽകും രക്ഷകനാം എന്നിലൊരിക്കലും ഇടറാത്തോൻ ഭാഗ്യം നേടിയിടും. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ. പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ
പറയാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അങ്ങയുടെ കൃപയും നീതിയും പ്രകീർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അങ്ങയുടെ കൃപയും നീതിയും പ്രകീർത്തിക്കും. അങ്ങയുടെ മാർഗത്തിൽ കളങ്കരഹിതനായി ഞാൻ ചരിക്കും. അങ്ങ് എപ്പോഴാണ് എൻ്റെ അരികിലെത്തുന്നത്? പരമാർത്ഥ ഹൃദയത്തോടെ എൻ്റെ ഭവനത്തിൽ ഞാൻ വ്യാപരിക്കും. തിന്മയായതൊന്നും എൻ്റെ കൺമുൻപിലില്ല. ദുഷ്കർമ്മിയെ ഞാൻ ദ്വേഷിക്കുന്നു, അവനോട് ഞാൻ ചേർന്ന് നിൽക്കുകയില്ല. ദുഷ്ടഹൃദയം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, തിന്മ ഞാൻ അറിയുന്നില്ല. തന്റെ സ്നേഹിതനെതിരായി രഹസ്യത്തിൽ ദൂഷണം പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയോടും ഗർവിഷ്ഠരോടും കൂടെ ഞാൻ ഭക്ഷിക്കുകയില്ല. ദേശത്തുള്ള വിശ്വസ്തരിൽ ഞാൻ കണ്ണുറപ്പിക്കുന്നു, അവർ എന്നോടൊത്ത് വസിക്കട്ടെ. കുറ്റമറ്റ വഴിയിൽ നടക്കുന്നവൻ എന്നെ പരിചരിക്കട്ടെ. വഞ്ചകൻ എൻ്റെ വീട്ടിൽ വസിക്കുകയില്ല, അസത്യഭാഷി എൻ്റെ കൺമുമ്പിൽ നിൽക്കുകയില്ല. ദേശത്തിലെ ദുഷ്കർമ്മികളെയെല്ലാം പ്രഭാതവേളയിൽ ഞാൻ നിശബ്ദരാക്കും. കർത്താവിന്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെയെല്ലാം ഞാൻ നശിപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ പ്രിയനാകും യോഹന്നാനെ സത്യസഭയ്ക്കായി നാഥൻ ദിവ്യായപ്പം സ്ലീഹായായും യോഹന്നാൻ പരിശോഭിക്കുന്നു. നാഥനു നൽകിയ മാമോദീസ ആചാര്യോത്തമ പദമവനേകി. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വച്ചേറ്റം ധന്യൻ യോഹന്നാൻ താൻ. വിശ്രുതനാകും യോഹന്നാൻ തൻ നാഥനു വേണ്ടി മരണം പുൽകി. കർത്താവിന്റെ എന്നൊരു നാമം യോഹന്നാനിൽ സ്വാർത്ഥകമായി. കീർത്തന ഗീതികളാൽ ഇന്നവനെ പാടി വണങ്ങാം ആദരപൂർവം. അവനുടെ തിരുനാൾ കൊണ്ടാടിയിടാൻ യോഗ്യതയേകിയ നാഥനെ വാഴ്ത്താം. താതനും അതുപോൽ സുതനും പാവന റൂഹായ്ക്കും സ്തുതി എന്നും ആമേൻ. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിർദ്ദേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ആനന്ദത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം.
കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മണവാളനായി നിന്റെ മുന്നോടിയും പ്രഘോഷകനും സ്നേഹിതനുമായ യോഹന്നാൻ മാംദാനയുടെ ഓർമ്മ തിരുനാൾ വഴി നിന്റെ മണവാട്ടിയായ സഭയെ അലങ്കരിച്ച കർത്താവായ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിനക്കായി വഴിയൊരുക്കിയവനും സ്വർഗരാജ്യരഹസ്യത്തിന്റെ പുത്രനുമായ മാർ യോഹന്നാൻ മാംദാനായുടെ ഓർമ്മ തിരുനാൾ കൊണ്ടാടാൻ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്നെ അയച്ച പിതാവിന്റെ മഹത്വത്തിനായി പ്രവാചക ശ്ലൈഹിക രക്തസാക്ഷിത്വ ദാനങ്ങളാൽ യോഹന്നാൻ മാംദാനെ അലങ്കരിച്ച നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്നിൽ വിശ്വസിക്കുകയും നിന്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവർക്ക് നീ പ്രദാനം ചെയ്യുന്ന ദയയും കരുണയും പ്രഘോഷിക്കാൻ യോഹന്നാൻ മാംദാനെ അയച്ച് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വഴിതെറ്റിപ്പോയവരെ സ്വർഗരാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള വഴികാട്ടിയായി നിന്റെ ദാസനായ യോഹന്നാൻ മാംദാനെ നിയമിച്ച നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ പാപ്പായ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യോഹന്നാൻ മാംദാനയുടെ ജീവിതവും രക്തസാക്ഷിത്വവും വഴി ഞങ്ങൾക്ക് മാതൃക നൽകിയ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. നിന്റെ ആരാധകരിൽ നിന്ന് പീഡനങ്ങളും ദുരിതങ്ങളും നീക്കിക്കളയണമേ. നിന്റെ മുന്നോടിയായ യോഹന്നാൻ മാംദാനയുടെ പ്രാർത്ഥനയാൽ നിന്റെ ഭക്തരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ